കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ അവിടുത്തെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളുമായിരിക്കുക ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പുരാതനായ ദൈവം സങ്കേതമായി കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ വഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി ആദരിക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. ധൈര്യത്തോടെ പറ, ഞാൻ നോക്കുന്ന എവിടേക്കാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ മയങ്ങുമ്പോഴും ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. അവിടെ എഴുതിയിരിക്കുന്ന ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുക. ഗമനത്തെ മാത്രമല്ല, ആഗമനത്തെ, പ്രാണനെ പരിപാലിക്കുന്ന ആ ഇസ്രായേലിൻ്റെ ദൈവം ഇന്നും നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ സ്വസ്ഥാനത്ത് നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്നവിടുന്ന് അരുളി ചെയ്യുകയാണ്. ആരും മാറിയാലും എന്തു മാറിയാലും ദൈവത്തിൻ്റെ ദയയും അവിടുത്തെ സമാധാന നിയമങ്ങളും നമ്മളെ വിട്ട് മാറിപ്പോകത്തില്ലെന്ന് ഇന്ന് പകൽ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. എല്ലാ കാലത്തും ആ ഉറപ്പ് നമുക്കുണ്ടായാൽ ഒരു ദുഷ്ടശക്തികളും നമ്മളെ പീഡിപ്പിക്കുവാനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ സാധ്യമാവില്ല എന്ന് ആത്മാവിൽ ഉറയ്ക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ കൂടെ എല്ലാ കാലത്തും ഇരിക്കും. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമ്മളെ മറയ്ക്കും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ഒരു കാലഘട്ടത്തിലും തകർന്നു പോവില്ല. അവൻ നിരാശപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അവൻ്റെ സകല വിഷയങ്ങളെയും ഏറ്റെടുത്ത് പരിഹരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. എൻ്റെ ദൈവത്തിന് ശകലമല്ല സകലവും കഴിയും. വിശ്വസിക്കുന്നവരാൽ സകലവും കഴിയുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. വിശ്വസിക്കുന്നവരാൽ യേശുവിന് ചെയ്യാൻ കഴിയുമെന്നും യേശു ദൈവപുത്രനാണെന്നും യേശുവിൻ്റെ കരം ചലിപ്പിക്കുമെന്നും സാധ്യങ്ങൾ സാധ്യമാക്കുമെന്നും ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവമഹത്വം കാണാൻ ഒറ്റ സെക്കൻഡ് മതിയെന്ന് നിങ്ങൾ അറിയണം. പലപ്പോഴും നമ്മുടെ അവിശ്വാസം ഇനി നടക്കുമോ ഇല്ലയോ, എങ്ങനെയായിരിക്കും, സാധ്യതകളുണ്ടോ, സാഹചര്യങ്ങൾ അതിനനുകൂലമാണോ? പ്രിയ സഹോദരങ്ങളെ, സാഹചര്യങ്ങളെയോ പരിധികളെയോ പരിമിതികളെയോ നോക്കിയിട്ടല്ല എൻ്റെ ദൈവം വാക്ക് പറയുന്നത്. സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും പരിധികൾ വിട്ടുപോകുമ്പോഴും പരിമിതിയില്ലാത്തൊരു ദൈവം ഇന്ന് പകലിലും എനിക്കും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്ന് ചോദിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അളവറ്റ വലുപ്പം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. ഹഗായി പ്രവചനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് സുപരിതമാണ്. നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെപ്പീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ട ദിവസം ഉള്ള ഈ കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൃഷ്ടി വെക്കണം. ദൃഷ്ടി വെക്കാൻ തയ്യാറാകുമെങ്കിൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. തൊട്ട് മുമ്പത്തെ വാക്യങ്ങൾ, ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവകൃപയിൽ നിന്ന് മാറിപ്പോയി, പിന്മാറിപ്പോയി. പക്ഷേ ഒരു മടങ്ങി വരവിന് തയ്യാറാകണം. അവരുടെ ജീവിതത്തിൽ പലതും നഷ്ടമായി, തകർച്ചകൾ വന്നു, ശൂന്യമാക്കപ്പെട്ടു, ഒരു ഫലമുണ്ടാകുന്നില്ല,
ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ കാണുവാൻ ജനത്തിന് കഴിയാതെ ഇരിക്കുന്നു. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളൊന്ന് മടങ്ങി വന്ന് ഇന്ന് തൊട്ട്. കാരണം ആലയത്തിന് അടിസ്ഥാനം ഇടിപ്പിക്കാതിരിക്കാൻ ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു. തകർത്ത് കളഞ്ഞ ശക്തികൾ വാദിച്ചു. പർവ്വതം പോലെ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ സെരുബ്ബാബേലിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അത് അടിസ്ഥാനമിടുമോ എന്ന് വയോധികന്മാർ പോലും ചിന്തിച്ച കാലഘട്ടം. വാഗ്ദത്തം കേട്ട ആ ജനറേഷനും ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ചപ്പോഴും ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ നടുവിൽ എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് മടങ്ങി വരണം, നിങ്ങളൊരു ശുദ്ധീകരണത്തിലേക്ക് തിരിച്ചു വരണം, നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം. പോയ വഴികൾ, ചെയ്ത കുറ്റങ്ങൾ എല്ലാം ഏറ്റുപറയാൻ തയ്യാറാകണം. ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, അകലം വിട്ട് സഞ്ചരിച്ചത്, ദൈവകൃപ ചോർന്നു പോയത്, അവിശ്വാസവും ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചതും എല്ലാം ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് തൊട്ട് നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെക്കണം. കാരണം ആലയത്തിന് അടിസ്ഥാനമായിട്ട് ഒരു ഡേറ്റ് അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവം നടക്കത്തില്ലെന്നും നടപ്പിലാക്കത്തില്ലെന്നും പറഞ്ഞ ഇടത്ത്, അടിസ്ഥാനം ഇടിപ്പിക്കത്തില്ലെന്നും വാദിച്ച ഇടത്ത് അടിസ്ഥാനങ്ങളെ ഇടിപ്പിക്കാൻ ദൈവാത്മാവിന് പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് തൊട്ട് ഈ ദൂത് പറയുന്ന ഈ ദിവസം തൊട്ട് നിങ്ങൾ മുൻപോട്ട് തന്നെ ദൃഷ്ടി വെക്കണം. നോക്കേണ്ടവനെ നോക്കണം, കാണേണ്ടവനെ കാണണം, അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയണം, ആത്മാവിൽ ശക്തരാകണം, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യണം, മുമ്പോട്ട് പോകണം. നിങ്ങൾ തലപൊക്കി നോക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നാളുകളായി ഒതുക്കപ്പെട്ട ചില വിഷയങ്ങൾ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, 19-ാം വാക്യം. അവിടെ ചോദ്യമാണ്, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? നാളുകളായി കിളിർത്തു വരേണ്ട ചിലത്, പൊട്ടിപ്പുറപ്പെടേണ്ട ചിലത്, പുറത്ത് ഫലം കായ്ക്കേണ്ട ചിലത്, ഗോഡൗണിനകത്ത് പൂട്ടിയിട്ടിട്ട് വർഷങ്ങളായി യെരൂശലേം ദേവാലയത്തിലിരുന്ന ചില പാത്രങ്ങൾ, നാളുകളായി ശിനാർ ദേശത്ത് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂട്ടിയിരിക്കുമ്പോൾ ഇവിടെയും ദൈവാത്മാവ് പറയുന്നു, വിത്ത് പുറത്തു വരാൻ കഴിയാതെ വണ്ണം അത് ഗോഡൗണിനകത്ത് കളപ്പുരയ്ക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നുവോ? കണ്ടോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ അതിന് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. ഇന്നു മുതൽ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇന്നു മുതൽ പുറപ്പെടുവിക്കാൻ പോകുന്നു. നാളുകൾ പൂട്ടിയിട്ട ചില വാഗ്ദത്തങ്ങൾ ഫലപുഷ്ടമാകേണ്ടത്, അനേകർക്ക് അനുഗ്രഹം കൊടുക്കേണ്ടത്, പടർന്നു പന്തലിക്കേണ്ടത്, മതിന്മേൽ പടരേണ്ടത് ഒക്കെ പൂട്ടിയിട്ട അവസ്ഥയ്ക്ക് തുല്യമായി ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾ വിശ്വസിക്കൂ, ഇന്ന് നിങ്ങൾ മടങ്ങി വരൂ, ഇന്ന് മുട്ടുമടക്കൂ, ഇന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ വിഷയങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പോകുകയാണ്, പുറത്തെടുപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറകളെ ഒതുക്കിയതുപോലെ, പൂട്ടിയിട്ടതുപോലെ, ചില വാഗ്ദത്തങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ, ദുഷ്ടപിശാചാക്കിയ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നു. ഇന്ന് മുതൽ വിശ്വസിക്കൂ. ഇന്ന് മുതൽ അത് ശരീരത്തിലാണോ, മനസ്സിലാണോ, കുടുംബജീവിതത്തിലാണോ, ആത്മീകത്തിലാണോ ഫലം കായ്ക്കാൻ കഴിയാത്തത്? പ്രാർത്ഥനയിലാണോ, വിശ്വാസത്തിലാണോ, വിശുദ്ധിയിലാണോ? എവിടൊക്കെയാണ് ഒതുക്കപ്പെട്ടത്? എവിടൊക്കെയാണ് പൈശാചിക മേഖലകൾ ആധിപത്യം ചെലുത്തിയത്? മടങ്ങി വരൂ. ദൈവം ഇന്ന് തൊട്ട് നിങ്ങളെ സഹായിക്കാൻ പോകുക. ദൈവം തുറന്നാൽ നോക്കൂ, ഒരു കോരശിനെ ദൈവം അഭിഷേകത്തോടെ എഴുന്നേൽപ്പിച്ചു. നാളുകൾ ഡാർക്ക് റൂമിലകത്തിട്ട് പൂട്ടിയ വിഷയത്തെ അവിടുത്തെ ആത്മാവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകലും ദൈവാത്മാവ് ചില വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്ന് ഇരുട്ടിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഫലം കായ്ക്കേണ്ടതാ, ഇത് പാത്രം അകത്തിരിക്കേണ്ടതാ, ആലയത്തിൽ ശോഭിക്കേണ്ടതാണ്. ഈ വിത്ത് പടർന്ന് അനേക സസ്യങ്ങൾ അതിനകത്ത് അഭയം സസ്യങ്ങൾ
ബ്രാഞ്ചസായി വന്ന് ആ ശിഖരത്തിൽ ഹല്ലേലൂയ അനേക പറവകൾ അഭയം പ്രാപിക്കേണ്ടതാ, അനേകർക്ക് വിടുതൽ കൊടുക്കേണ്ടതാ, അനേകരെ സൗഖ്യമാക്കേണ്ടതാ, അനേകരെ പുറത്തു കൊണ്ടുവരേണ്ടവർ ഇപ്പോൾ ഒതുങ്ങിക്കിടക്കുന്നു, എല്ലായിടത്തും ഒതുങ്ങിക്കിടക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൃഷ്ടി വെക്കുക, ആത്മാവിൽ എഴുന്നേൽക്കുക, പ്രാർത്ഥനയിൽ ഉണരുക, ബലം ധരിക്കുക. സിയോനെ ഉണരുക, ഉണരുക, ബലം ധരിക്കുക, പൊടി കുടഞ്ഞു കളയുക. ഒരഗ്രചർമ്മിയും അശുദ്ധനും നിങ്ങളിലേക്ക് ഇനി പ്രവേശിക്കരുത്. സിയോൻ പുത്രിയെ, ബത്തയായ സിയോനെ, എഴുന്നേറ്റിരിക്കുക, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ ഒടിച്ചു കളയുക. യേശുവിൻ്റെ നാമത്തിൽ ഫലം കായ്ക്കേണ്ട ചിലർ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ, എഴുന്നേറ്റിരിക്കട്ടെ, ആത്മാവിൽ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ ടച്ച് ചെയ്യുന്നു. ഇന്ന് മുതൽ നാളുകൾ പുറത്തു വരാൻ കഴിയാത്ത ചില വ്യക്തിത്വങ്ങൾ, തലമുറകൾ, ചില കുടുംബ ജീവിതങ്ങൾ, അഭിഷേകം നഷ്ടപ്പെട്ട് ചോർന്നുപോയ ചില വർഷങ്ങൾ ദൈവാത്മാവ് കാണിക്കുന്നു. മടങ്ങി വരൂ. വചനം ധ്യാനിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ കഴിയാതെ, തളർച്ച കൊണ്ടുവന്ന് നിങ്ങളെ ഒതുക്കുന്ന മണ്ഡലങ്ങൾ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ വ്യാപരിക്കുന്നത് ഒക്കെ ഇന്ന് പകൽ ദൈവാത്മാവ് കണ്ടുകൊണ്ട് പറയുന്നു, ഞാൻ ചിലരെ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൃഷ്ടി വെക്കൂ, ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടി വെക്കൂ, മുൻപോട്ട് ദൃഷ്ടി വെക്കൂ, വിശ്വാസത്തോടെ ദൃഷ്ടി വെക്കൂ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ടച്ച് ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ ദൃഷ്ടി വെക്കുമ്പോൾ വിത്തിനി കളപ്പുരയിൽ കിടക്കത്തില്ല, മുന്തിരി, മാതളോ, ഒലു വൃക്ഷവും ഇനി ഫലം കായ്ക്കാതിരിക്കത്തില്ല. ഇന്നു മുതൽ കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചിരിക്കാൻ സ്തോത്രം, ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം, ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം, അന്ധകാര മണ്ഡലങ്ങൾ പൊട്ടി തകർന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്നു മുതൽ മുൻപോട്ട് ദൃഷ്ടി വെക്കൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇന്നു മുതൽ മൂവ് ചെയ്യൂ. ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.